ഗ്രാമോത്സവം 25-ന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം ജ്യോതിബാസ് പറവൂർ ഉദ്ഘാടനം ചെയ്തു. This news brought to you by ആണിഹാരി. എത്ര പഴകിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു. നടക്കൂ, സുഖമായി നടക്കൂ. 12ാം വാർഡ് ഫ്ളാറ്റ് കോമ്പൗണ്ടിൽ 2025-ലെ ഓണം ഗ്രാമോത്സവം സംഗീതത്തിന്റെയും കലാരവത്തിന്റെയും ചിറകുകളിൽ പറന്നു. കരോക്കെ ഗാന മത്സരത്തിന്റെ മധുരനാദത്തോടെ തിരശീല ഉയർന്നപ്പോൾ ഓണത്തിന്റെ നിറങ്ങളോട് ചേർന്ന് പാട്ടുകളുടെ ചെറുപുഴകൾ ഒഴുകി. വൈകുന്നേരം നടന്ന സാംസ്കാരിക സമ്മേളനത്തിന് ജനക്കൂട്ടം സാക്ഷിയായി. ജ്യോതിബാസ് പറവൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് മെമ്പർക്ക് ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്ന വിസ്മയത്തോടു കൂടിയാണ് ഞാൻ നോക്കിക്കണ്ടത്. അദ്ദേഹം വ്യക്തിപരമായി ചെയ്ത പല കാര്യങ്ങളെയും നിങ്ങളുടെ മുമ്പിൽ പരാമർശിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജനസേവനത്തെ അദ്ദേഹം അത് ഒരു വലിയ ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ട് മുഴുവൻ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന ഒരു വാർഡ് മെമ്പർ, ഒരുപക്ഷെ നമുക്ക് പരിചിതമില്ലാത്ത ഇങ്ങനെയുള്ള അനുഭവങ്ങളുള്ള ഒരു വാർഡ് മെമ്പറെ നമുക്ക് സമീപകാലത്ത് പരിചയമുണ്ടായി കാണില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വാർഡ് മെമ്പർ IA ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഞാനും എൻ്റെ സഹപ്രവർത്തകരും കൂടി പാതയോരങ്ങൾ ദിവസേന രാവിലെ 2 മണിക്കൂർ ക്ലീൻ ചെയ്യുന്ന ഒരു അവസ്ഥ തുടങ്ങി. ആദ്യം ആളുകൾ പറഞ്ഞിരുന്നു അത് പുത്തനച്ചി പുരപ്പുറം അടിക്കുന്ന പതിവാണ് എന്നാണ് കണക്കാക്കിയത്. എന്നാൽ ഞങ്ങളെ വിമർശിച്ചിരുന്ന എല്ലാ സഹോദരങ്ങളും പിന്നീട് അത് സമ്മതിക്കുകയുണ്ടായി. ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തതു മുതൽ ഇന്നലെ വരെയും ഞങ്ങൾ ഈ പരിപാടി തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ആളുകൾ മാലിന്യങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്ന പ്രദേശങ്ങളിൽ കൊണ്ടിടുന്നത് പതിവാണ്. ഒരു മാലിന്യം ഒരു സ്ഥലം കണ്ടാൽ ആളുകൾ ഇട്ടുപോകും, അത് പതിവാണ്. ഞാൻ മെമ്പറായിരിക്കുന്ന സന്ദർഭത്തിൽ ഈ തെക്കേക്കരയിലേക്ക് പോകുന്ന ആ പാലത്തിൻ്റെ പരിസരം മുഴുവൻ മാലിന്യ കൂമ്പാരങ്ങളാണ്. മേഫ്ലവർ ജംഗ്ഷനിൽ 2 സ്ഥലത്ത് മാലിന്യ കൂമ്പാരങ്ങളാണ്. നമ്മുടെ ജലാലിൻ്റെ വീടിൻ്റെ പരിസരത്ത് മാലിന്യ കൂമ്പാരങ്ങളാണ്. അവിടെയെല്ലാം അതെല്ലാം വെട്ടിമാറ്റി ഞങ്ങൾ നല്ല പുഷ്പച്ചെടികൾ വെച്ച് പിടിപ്പിച്ചപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഇത് മാലിന്യങ്ങൾ ഇടാനുള്ളതല്ല, പുഷ്പങ്ങൾ പിടിപ്പിക്കാനുള്ളതാണെന്ന അടിസ്ഥാനത്തിൽ യൂസഫ് കളപ്പുരക്കൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ CK നാസർ, സുബ്രഹ്മണ്യൻ എടവനക്കാട്, ജലാലുദ്ദീൻ, PN കുഞ്ഞു മുഹമ്മദ്, സഫാൻ മാസ്റ്റർ, ലീല പവിത്രൻ എന്നിവർ ആശംസകൾ നേർന്നു. ആഘോഷത്തിന്റെ ആത്മാവിനെ കൂടുതൽ പ്രകാശിപ്പിച്ച നിമിഷം ഫ്ളാറ്റ് നിവാസികൾ വാർഡ് മെമ്പർക്ക് സ്നേഹോപഹാരമായി കൈമാറിയ സൈക്കിൾ. അത് വെറും സമ്മാനമല്ല, ജനങ്ങൾ കൈമാറിയ വിശ്വാസത്തിന്റെയും സൗഹൃദത്തിന്റെയും ചലിക്കുന്ന പ്രതീകവുമായിരുന്നു. ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന നന്ദിയുടെയും സ്നേഹത്തിന്റെയും സാക്ഷിപത്രമായി സൈക്കിൾ മാറി. തുടർന്ന് കരോക്കെ ഗാന മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനദാനവും നടന്നു. ശ്രീ വിനായക കലാസമിതി അവതരിപ്പിച്ച ഓണക്കളിയും വർണ്ണാഭമായ കലാപരിപാടികളും ദിനാഘോഷത്തെ സ്വപ്നങ്ങളാൽ ചാർത്തപ്പെട്ട ഒരു ഓർമ്മയായി തീർന്നു. ന്യൂസ് ഡെസ്ക്, നാട്ടുവാർത്ത, എടവനക്കാട്.